വൃന്ദാവനേശ്വരി സപ്തകാന്തന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. രാധാറാണിയുടെ ഒരു സ്തോത്രത്തോടുകൂടി നമുക്ക് തുടങ്ങാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് രാധേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന, രാ എന്നൊരു ശബ്ദം എവിടെ കേൾക്കുന്നുണ്ടോ അവിടെ ഭഗവാൻ കൃഷ്ണൻ ഓടിയെത്തും എന്നുള്ളതാണ്. മുനീന്ദ്രവൃന്ദവന്ദിതേ ത്രിലോകശോകാരിണി പ്രസന്നവക്ത്ര പങ്കജേ നികുഞ്ജഭൂവിലാസിനി പ്രജേന്ദ്രഭാനുനന്ദിനി പ്രജേന്ദ്രസൂനു സംഗതേ കഥാ കരിഷ്യസി മാം കൃപാ കടാശപാദനം അശോകവൃക്ഷവല്ലരി വിധാനമണ്ഡപസ്ഥിതേ പ്രവാലജാല പല്ലവ പ്രവാരുണാത്രികോമലേ വരാഭയസ്ഫുരത്കരേ പ്രഭൂത സമ്പദാലയേ കഥാ കരിഷ്യസി മാം കൃപാ കടാശപാദനം അനങ്കരംഗമംഗളം പ്രസംഗഭംഗുരാപ്രുവം സുവിപ്രമം സസംഭ്രമം ദിഗന്ധവാണപാരിണി നിരന്തരം വശീകൃത പ്രതീതനന്ദനന്ദിനി കഥാ കരിഷ്യസി മാം കൃപാ കടാശപാദനം തടേ സുവർണ ചമ്പക പ്രദീപ്ത ഗൗരവിഗ്രഹേ മുഖപ്രഭാ പരാസ്തകോടി ശാരദേന്ദു മണ്ഡലേ വിചിത്ര ചിത്ര സഞ്ജര ചകോരശാവലോചനേ കഥാ കരിഷ്യസി മാം കൃപാ കടാശപാദനം മതോന്മദാദി യൗവനേ പ്രമോദമാന മണ്ഡിതേ പ്രിയാനുരാഗരഞ്ജിതേ കലാവിലാസ പണ്ഡിതേ അനന്യധന്യ കുഞ്ചരാജ കാമകേളി കോവിദേ കഥാ കരിഷ്യസി മാം കൃപാ കടാശപാദനം അശേഷകാവഭാവധീരഹീരകാരഭൂഷിതേ പ്രബോധ ശാന്ത കുംഭ കുംഭ കുംഭി കുംഭ സുസ്ഥിനി പ്രശസ്ത മന്ദഹാസ്യ ചൂർണ പൂർണ്ണ സൗഖ്യ സാഗരേ കഥാ കരിഷ്യസി മാം കൃപാ കടാശപാദനം മൃണാള ബാലവല്ലരി തരംഗരംഗദോർലതേ ലതാഗ്രലാസലോല നീലലോചനാവലോചനേ ലലല്ലുലന്മനോജമുക്തമോഹനാശ്രയേ കഥാ കരിഷ്യസി മാം കൃപാ കടാശപാദനം സുവർണമാലികാചിതേ ത്രിരേഖ കമ്പകണ്ഡരേ ത്രിസൂത്രമംഗളേ ഗുണ ത്രിരത്നദീപ്തിദീരിതേ സലോല നീലകുന്തളേ പ്രസൂന കുഞ്ചകുംഭിതേ കഥാ കരിഷ്യസി മാം കൃപാ കടാശപാദനം നിരംബിംബലംബമാന പുഷ്പമേഖലാ ഗുണ പ്രശസ്തരത്ന കിങ്കണേ കലാപമധ്യ മഞ്ജുളേ ഹരേന്ദ്രശുണ്ഡദണ്ഡികാവരോഗ ശോഭഗോരുവേ കഥാ കരിഷ്യസി മാം കൃപാ കടാശപാദനം അനേക മന്ത്രനാഥ മഞ്ജുനൂപുരാരവസ്കല സമാജരാജകംസവംശ നിഗ്ണാദി ഗൗരവേ വിലോല ഹേമവല്ലരി വിഡിംബ ചാരു ചക്രമേ കഥാ കരിഷ്യസി മാം കൃപാ കടാശപാദനം അനന്തകോടി വിഷ്ണുലോക നമ്രപത്മജാർച്ചിതേ ഹിമാദ്രിജാ പുലോമജാ വിരാജിജാ വരപ്രദേ അപാര സിദ്ധിവൃത്തി വിക്ത സമ്പദാകുലീനകേ കഥാ കരിഷ്യസി മാം കൃപാ കടാശപാദനം മഹേശ്വരി ക്രിയേശ്വരി സ്വദേശരി സുരേശ്വരി ത്രിവേദ ഭാരതീശ്വരി പ്രമാണശാസനീശ്വരി രമേശ്വരി ശമീശ്വരി പ്രമോദകാനനീശ്വരി പ്രജാദിവേ പ്രജേശ്വരി പ്രജാദിവേ ശ്രീരാജികേ നമസ്തുതേ ഇരീരമത്ഭുതസ്തവം നിശമ്മഭാനുനന്ദിനി കരോദ സതതം ജനം കൃപാ കടാശപാദനം ഭവേന്ദ്ര ദൈവ സഞ്ജിതാ ത്രിരൂപ കർമ്മനാശനം ലവേന്ദ്രദാ ബ്രജേന്ദ്ര സൂനു മണ്ഡല പ്രവേശനം രാധേ 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 ശ്രീരാധേ ശ്രീരാധേ ബർസാനി വാലി കീ ജയ് മദൻ മോഹന മോഹിനി കീ ജയ്. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖ നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമർത്തിന്നമാമിക. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖ നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമർത്തിന്നമാമിക. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖ നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമർത്തിന്നമാമിക. ശ്രീ ശ്രീ നരസിംഹ ഭഗവാന് കീ ജയ്, നരഹരി കീ ജയ്, പ്രഹ്ലാദ് മഹാരാജ് കീ ജയ്,
ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. രാധാറാണിയുടെ അഷ്ടകം ചൊല്ലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാധാകുണ്ട്, വൃന്ദാവനത്തില് രാധാകുണ്ടുണ്ട്. രാധാകുണ്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വയം രാധാറാണി, ശ്യാമസുന്ദരൻ രാധാറാണിക്ക് വേണ്ടിയിട്ട് തന്റെ ഓടക്കുഴൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഇതാണ് രാധാകുണ്ട്, അപ്പുറത്ത് ശ്യാമകുണ്ട്. ഈ രാധാകുണ്ടിൽ നിന്നിട്ടുണ്ടല്ലോ കഴുത്തറ്റം വെള്ളത്തിൽ നിന്നിട്ട് 100 ദിവസം ഈ അഷ്ടകം ചൊല്ലിക്കഴിഞ്ഞാൽ രാധാറാണി അവർക്ക് പ്രത്യക്ഷപ്പെടുമെന്ന് പറയുന്നത്. എനിക്ക് തന്നെ ഇപ്പൊ അനുഭവങ്ങൾ പറയുന്നത് എനിക്ക് തന്നെ അനുഭവം ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് പോയിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അതിന്റെ തട്ടിലിരുന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളെല്ലാവരും ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പൂർണ്ണരാ, അവര് ഭയങ്കര നീന്തലുകാരിയാണെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് നീന്തി ഭയങ്കര രാധാകുണ്ടിൽ ആക്ച്വലി ഇറങ്ങാന് പാടില്ല. നമ്മുടെ കാല് പോലും വെള്ളത്തിൽ ചവിട്ടാൻ പാടില്ല എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാറാണിയുടെ പ്രസൻസ് ഇപ്പോഴും അവിടെ ഉണ്ടെന്നുള്ളതാണ്. അവര് ഭയങ്കരമായിട്ട് എന്താ ഒരു വല്ലാതെ ഒരു മീൻസ് ഒരു പരീക്ഷണം പോലുള്ള എനിക്ക് ഞാൻ വലിയൊരു നീന്തുകാരിയാണ്, അതുകൊണ്ട് ഞാൻ നീന്തി കുളിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നുള്ള രീതിയിൽ അവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീന്താൻ തുടങ്ങി. ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് കുറച്ചങ്ങോട്ട് സമയം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഒരു മാല വന്ന് ഇവരുടെ കഴുത്തിൽ അങ്ങ് കുടുങ്ങി എന്നുള്ളത്. ഒരു മാല വന്ന് കഴുത്തേ കുടുങ്ങി അവരെ ആരോ താപ്പോട്ട് വലിക്കുന്നു എന്നുള്ള ഞങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇരിക്കുക എന്നുള്ളത്. താപ്പോട്ട് അവരെ വലിക്കുന്നത് പോലെ നമുക്കെല്ലാം തോന്നുന്നു ഇവര് മരണവെപ്രാളത്തിന് കൈയെല്ലാം അങ്ങനെ എടുത്ത് ഹെൽപ്പ് എന്നും പറഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തപ്പോ അവിടെ അവിടെ അമ്പലമുണ്ട്. അമ്പലത്തിലെ പൂജാരിമാരും പിന്നെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാണ്ഡകളുണ്ട്. ആ പാണ്ഡകൾ ചെന്നിട്ടുണ്ടല്ലോ അവരെ പിടിച്ച് പിന്നെ അതിൽ നിന്നിട്ട് കരകയറ്റി രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. ഇവർക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ സാഷ്ടാംഗം പ്രണാമം ചെയ്തു. അതേപോലെയാണ് രാധാകുണ്ടിലെ കാര്യം. ഈ രാധാഷ്ടകം ദിവസവും വായിക്കുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ എല്ലാ അഭിഷ്ടങ്ങളും പൂർത്തീകരിക്കും എന്ന് പറയുന്നത്. അതേപോലെ രണ്ടാമത് ഞാൻ ഉഗ്രം വീര്യം പറഞ്ഞു. ആ ഉഗ്രം വീര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നരസിംഹ ഭഗവാനെ മോള് പറഞ്ഞതുപോലെ നമ്മുടെ ഏത് ആപത്തുകളിൽ നിന്ന് ഏത് പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ എപ്പോഴും താങ്ങും തണലുമായിട്ട് ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കും. പിന്നെ മൂന്നാമത് ഗുരുവിനാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ആ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്കുണ്ടെന്നുള്ളതാ. ഗുരുവിന്റെ അനുഗ്രഹം ഇല്ലെന്നുണ്ടെങ്കിലോ യക്ഷ്യപ്രസാദാ ഭഗവത് പ്രസാദോ യക്ഷ്യ അപ്രസാദ ന ഗതി കൂതോവി എന്നാ പറയുന്നത്. ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവിധ എല്ലാം നമ്മുടെ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം നടന്നിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് ഗുരുവിന്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും വേണം. അതിനു വേണ്ടിയിട്ടാണ് ഗുരുവിന്റെ ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇനി നമ്മള് 2 ദശകം തീർന്നു. 3-ാമത്തെ ദശകത്തില് ഭക്തി പ്രാർത്ഥനയാണ്. കട്ടതിരിപ്പാടാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുകയാണ്, ഏ ഭഗവാൻ എനിക്ക് ഭക്തി തരണേ എന്നുള്ള വാതരോഗത്താല് പീഡിതനായിട്ടാണ് ഭട്ടതിരിപ്പാട് ഗുരുവായൂർ വന്നിരിക്കുന്നത്. ആ ഗുരുവായൂർ വാതരോഗം എങ്ങനെ വന്നു? തന്റെ ഗുരുവായിട്ടുള്ള അച്യുതപിഷാരിയുടെ വാതരോഗം ഒഴിഞ്ഞു വാങ്ങിയതാണ്. ഒഴിഞ്ഞു വാങ്ങിയതാണ് ആ വാതരോഗം ഒഴിഞ്ഞു വാങ്ങി. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ 100 ദിവസം കൊണ്ട് ഭജന വരുന്ന 18,000 ശ്ലോകമുള്ള ഭാഗവതം 100 ദശകമായിട്ട് എഴുതിയാണ് നമുക്ക് തന്നിരിക്കുന്നതെന്നുള്ളത്. പക്ഷെ 2 ദശകം എഴുതിയപ്പോഴും വാതരോഗത്തിനെ പറ്റി അല്ലെങ്കിൽ എന്നെ രോഗം പീഡിപ്പിക്കുന്നൊന്നും ഒന്നും പറയുന്നില്ല. പക്ഷെ 3-ാമത്തെ ദശകം വന്നപ്പോഴത്തേക്കൊന്നുമല്ലോ അദ്ദേഹത്തിനങ്ങ് വാതരോഗം കൊണ്ട് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല, എഴുതുന്നില്ല. സ്വന്തം സഹോദരനെ കൊണ്ടാണ് എഴുതിക്കുന്നത്. പക്ഷെ പറയാൻ പോലും പറ്റുന്നില്ല. അന്നേരം നമുക്ക് ഈ 3-ാമത്തെ ദശകത്തിലെ ഭട്ടതിരിപ്പാടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്റെ ആ വേദന, ഭഗവാനെ ഞാന് അങ്ങയെ മൊത്തവും സമയം ഇരുന്ന് ഭജിക്കുന്നു, പക്ഷേ അങ്ങാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒന്ന് കറങ്ങി നടന്നിട്ട് അങ്ങയുടെ പ്രദക്ഷിണം ചെയ്തിട്ട് അങ്ങയെ ഭജിക്കാനുള്ള ആ ഒരു അനുഗ്രഹം ഇല്ല. എന്താ ഞാൻ ചെയ്യുന്നത്, ഞാൻ എന്താണ് വേണ്ടുന്നത് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഭട്ടതിരിപ്പാട് കരഞ്ഞുകൊണ്ടായി ഭക്തി പ്രാർത്ഥനയെന്ന് തന്നെ അതിന്റെ ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത്. ദശകം 3-ൽ വന്നിരിക്കുന്നത് അതാണ്. നമുക്കൊന്ന് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഒരു നല്ല ശുഭ ദിവസം
ആശംസിക്കുന്നു. എല്ലാവർക്കും സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലേ സുഖം ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ആ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ആനന്ദ നിർവൃതിയില് നമ്മൾ ആറാടണം എന്നുള്ളതാ. വേറൊരു അമൃതും നമുക്ക് വേണ്ട. നമുക്ക് ചൈതന്യ മഹാപ്രഭു തന്നിട്ടുണ്ട്, ഗോലോക വൃന്ദാവനത്തിലെ അമൃത് തന്നിട്ടുണ്ട്. ഏതാണത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ആ അമൃത് നമുക്ക് തന്നിട്ടുണ്ട്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും സദാ ഈ നാമം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അർജുനനെ പോലെ ഭഗവാന് നമ്മളെയും നോക്കിക്കോളും. അർജുനന് പഞ്ചപാണ്ഡവർക്ക് എപ്പോഴും ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോഴും അർജുനനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അർജുനന്റെ കൂടാണ് നടക്കുന്നത്. അത് അങ്ങനെ അവരുടെ മനസ്സിൽ ഒരു തോന്നൽ വന്നപ്പം തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ഒരു ദിവസം അർജുനൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് 4 പേരെയും കൂടെ വിളിച്ചിട്ട് അർജുനന്റെ റൂമിൽ ചെന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവര് മാറി നിന്നിട്ട് കേൾക്കുകയാണ്. എന്താ കേൾക്കുന്നത്? അർജുനന്റെ ഓരോ രോമകൂപങ്ങളിൽ നിന്ന് കൃഷ്ണ 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 എന്നുള്ള നാമമാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ അന്നേരം ഭഗവാൻ ചോദിച്ചു, കണ്ടില്ലേ, ഇതാണ് എനിക്ക് അർജുനന് ഏറ്റവും പ്രിയമായിട്ടുള്ളത്. ഭഗവാൻ എല്ലാരെയും പ്രിയമാ, പക്ഷെ ഭഗവാൻ ഭക്തന്മാരെ ഭഗവാൻ കൂടുതൽ പ്രിയമാ. അവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലായാലും അർജുനന് വേണ്ടിയിട്ട് ഭഗവാൻ എന്തെല്ലാം കാണിച്ചു എന്നുള്ളതാ. അതുകൊണ്ടുണ്ടല്ലോ ഭഗവത് ഭക്തന്മാരെ എപ്പോഴും ഭഗവാൻ അനുഗ്രഹിക്കും. ആ അനുഗ്രഹം നമുക്കും വേണം. ആ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദശകം 3 തുടങ്ങാം. പടന്തോ നാമാനി പ്രമദപര സിന്ധോ നിബദിത സ്വരന്തോ രൂപം ദേ ഭരതകഥയന്തോ ഗുണകഥാഹ ചരന്തോ യേ ഭക്തി ത്വയികലു രമന്തേ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാവിദുഷിതാനേ. പടന്തോ നാമാനി പ്രമദപര സിന്ധോ നിബദിത സ്വരന്തോ രൂപം ദേ ഭരതകഥയന്തോ ഗുണകഥാഹ ചരന്തോ യേ ഭക്ത്യാ ത്വയി ഖലു രമന്തേ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാവിലഷിതാന്. പടന്തോ നാമാനി പ്രമദപര സിന്ധോ നിബദിത. എന്നിട്ടോ സ്മരന്തൻ രൂപം ദേ വരദ കഥയന്തോ ഗുണകഥാഹ ചരന്തോ യേ ഭക്തി ത്വയി ഖലു രമന്തേ പരമമൂന് അഹം ധന്യാൻ മന്യേ സമധിഗത സർവാവിലഷിതാന്. അഹം ധന്യാൻ മന്യേ സമധിഗത സർവാവിലഷിതാന്. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഹരേ കൃഷ്ണ. വായിച്ചാട്ടെ. ഓ നമോ ഭഗവതേ വാസുദേവായ. പഠന്തോ നാമാനി പ്രമദഭരസിദ്ധോ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താസ്ത്വയേ ഖലു രമന്തേ പരമമോ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അടുത്ത ആളൂടെ. ഹരേ കൃഷ്ണ. പഠന്തോ നാമാനി പ്രമദപര സിന്ധോ നിപതിതാം സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്താ ത്വയി ഖലു രമന്തേ പരം അമോൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭയങ്കര നല്ലതാട്ടോ, എല്ലാരും നല്ലോണം വായിക്കുന്നുണ്ട്. പടന്തോ നാമാനി പ്രമദപര സിന്ധോ നിബദിത സ്മരന്തോ രൂപം ദേ. എന്നിട്ട് ആദ്യം എന്താ പറയുന്നത്? നാമാനി പടന്തോ. അല്ലയോ അഭിലാഷങ്ങൾ നൽകുന്ന ഗുരുവായൂരപ്പ, എന്താ ചെയ്യേണ്ടത്? അങ്ങയുടെ നാമം പഠിക്കുന്നവര്. എന്നിട്ടോ സ്മരന്തോ രൂപം ദേ, അങ്ങയുടെ നമ്മള് 2ാമത്തെ ദശകത്തിൽ പഠിച്ചില്ലയോ? ആ കണ്ണനെ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ കാണുന്നുണ്ടല്ലോ ആ കണ്ണനെ, അല്ലേ? ഏത് കണ്ണനെയാ? കേശാദിപാദം വർണ്ണന തന്നിട്ടുണ്ടായിരുന്നു 2ാമത്തെ ദശകത്തില്. ആ കണ്ണനെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ കാണണം. നമ്മളുണ്ടല്ലോ ഭൗതികമായിട്ട് ജീവിക്കുന്നതാ ഈ ഭൂമിയിൽ ഭഗവാൻ നമ്മുടെ എന്തൊക്കെയോ കർമ്മങ്ങളെ
തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജന്മം തന്നിരിക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ഡെയിലി റൂട്ടീൻസും നമ്മൾ ചെയ്യണം. അതോടൊപ്പം തന്നെ എന്താ വേണ്ടുന്നത്, ഇതിലും നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ഇപ്പൊ രാവിലെ പറയുന്നുണ്ട് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ, അന്നല്ലേ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന സമയത്തൊക്കെ അമ്മയും അച്ഛനും എപ്പോഴും പറയും, സരസ്വതി അമ്മ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഓർമ്മ നിൽക്കും, പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാനും പെട്ടെന്ന് പറ്റും, അത് ഓർമ്മ നിൽക്കും എന്നൊക്കെ പറയുന്ന അന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഉറങ്ങേണ്ടവന് നമ്മൾ അവരോട് ഒരു ദേഷ്യം തോന്നി. പക്ഷെ ഇന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ രാവിലെ എഴുന്നേൽക്കുന്നതിന്റെ ആ ഫ്രഷ്നെസ് എത്രയാണെന്നുള്ളത്. അതേപോലെ ആ രാവിലെ ഇപ്പം കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പിട്ട് പക്ഷി മൃഗാദികൾ ഉണരുന്നതിന് മുമ്പിട്ടുണ്ടല്ലോ നമ്മുടെ 16 റൗണ്ട് ജപം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഞാനും ഇതുപോലെ പണ്ട് വിചാരിച്ചിട്ടുള്ളതാ. ജോലി ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പഠിച്ചതും ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയതും എന്നുള്ളതാണ്. നമ്മള് ഒരു മാല ജപിക്കുന്നതിന് വെറും 5 മിനിറ്റ് മതി. ഒരു പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ 6 മിനിറ്റ് മതി. ഒരു 16 റൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരുമിച്ചിരുന്ന് ചെയ്യണമെന്നില്ല. 4 റൗണ്ട് രാവിലെ, പിന്നെ ആണെന്നുണ്ടെങ്കിൽ സമയങ്ങൾക്കനുസരിച്ചിട്ടുള്ള ആ ഒരു ശുദ്ധതയുണ്ടെന്നുണ്ടെങ്കിൽ സമയങ്ങൾക്കനുസരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാ. ഇതെല്ലാം നമുക്ക് പറ്റും, പറ്റാതെ ഒന്നുമില്ല. പക്ഷെ എന്താ, നമുക്ക് ആവിഷ്ടം വേണം. ഇപ്പം ഭട്ടതിരിപ്പാടിന് ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോഴാണ് ഭട്ടതിരിപ്പാട് എന്താ ചെയ്തത്, ഗുരുവായൂര് ഭജന ഇരിക്കാൻ പോയി. അത് എന്തുകൊണ്ടാ അങ്ങനെ പോയത്? അദ്ദേഹം പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് എല്ലാം അറിയാമായിരുന്നു. ഭഗവാന്റെ കൃപാകടാശം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിതിൽ നിന്നിട്ട് മോചനം നേടാൻ പറ്റത്തുള്ളൂ. അന്നേരം സംസാരമാകുന്ന ഈ അഗ്നി കിടന്ന് നമ്മളും ദാവാഗ്നി കിടന്ന് നമ്മളും എന്താ ചെയ്യുന്നത്, ഉഴലുവാ ചെയ്യുന്നത്. അന്നേരം നമുക്ക് ഇതിൽ നിന്നൊരു മുക്തി വേണ്ടേ? തീർച്ചയായിട്ടും ഒരു അമൃത് വർഷം പോലെയാണ് നമുക്ക് എന്താ തന്നിരിക്കുന്നത്, ഹരേ കൃഷ്ണ മഹാമന്ത്രം. 500 വർഷം മുമ്പിട്ടാണെന്നുണ്ടെങ്കിൽ 500 വർഷം മുമ്പിട്ട് ഭഗവാന്റെ തന്നെ ഒരു ഗുപ്താവതാരമാണ്. രാധയുടെ ഭാവത്തില്, രാധയുടെ കളറിലെ ഗോൾഡൻ കളർ എന്നാ പറയുന്നത് തന്നെ, ആ ഭാവത്തില് ഭഗവാൻ സ്വയം അവതരിച്ചു എന്നുള്ളതാ. എന്നിട്ട് എന്താ നമുക്ക് ആ അമൃത് തന്നു എന്നുള്ളത്. ആ അമൃത് ഈ ബാക്കി എന്താ പറയുന്നത്, ഭഗവാന്റെ ഈ നാമം മാത്രം മതി എന്നാ പറയുന്നത്. നാമം, അതേപോലെ തന്നെ കലിയുഗത്തില് ഭഗവാൻ സ്വയമാണ് ഭാഗവതം. ആ ഭാഗവതത്തിന്റെ ഒരു സംക്ഷേപ രൂപമാണ് ഈ നാരായണീയം. പക്ഷെ ഭാഗവതത്തിൽ ഒന്ന് പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞിട്ടില്ലാത്ത? എന്നൊരു പേര് പോലും അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഒരിടത്തും കണ്ട് ഗോപിക എന്നുള്ള ഒരു പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൂടെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം പറയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഗൂഢമായിട്ട്, ഞാൻ തമാശയിലായിരിക്കും പറയുന്നത്, ഭട്ടതിരിപ്പാട് തന്നെയുണ്ടല്ലോ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാധാപ്രേമം എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭട്ടതിരിപ്പാടിനെ ഒരു ഉപകരണമാക്കി ഭഗവാൻ. ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ രാധയുടെ അവരുടെ രാസക്രിയയുടെ അങ്ങനെ ഭയങ്കര രസമാണ് നാരായണി എന്ന് പറഞ്ഞാൽ. ഇവിടെ ഭഗവാന്റെ എന്താ പറഞ്ഞേ, സ്മരന്തോ രൂപം തേ, എന്നിട്ട് എന്ത് വേണം, നിങ്ങളെ ആ രൂപം നിങ്ങളുടെ എപ്പോഴും ഓർമ്മയിൽ നിൽക്കണം. എന്നിട്ടോ കഥ എന്താ ഗുണകഥാഹ, ഭഗവാന്റെ ആ കഥ, ഭഗവാന്റെ ഗുണഗാനം കേൾക്കുന്ന ഏത് കഥ എവിടെയായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അവിടെ ഇരിക്കണമെന്നുള്ളതാ. എന്നിട്ടോ കഥയെന്തോ ഗുണകഥാഹ ചരന്തോയോ ഭക്തി തൊഴികല് രമന്തേ പരമമൂന്. അങ്ങനെയുള്ള ഏത് ഭക്തന്മാരാണോ അങ്ങയിൽ തന്നെ രമിച്ചിരിക്കുന്നത്, ഭഗവാനിൽ തന്നെ രമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ആ രൂപത്തിനും ഭഗവാന്റെ എത്ര നമ്മൾ ഭാഗവതം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും, എത്ര സപ്താഹം ഉണ്ടല്ലോ നമ്മൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ സപ്താഹത്തിന്റെ ആ മൂടി ചെന്നിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭഗവാന്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും ഭഗവാന് സ്വയം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലുള്ള ആ ഒരു ഭാവമാണ് നമുക്ക് തോന്നുന്നത്. ആ ഭഗവാനെ ലയിച്ചിട്ട് ഏത് ഭക്തന്മാര് ജീവിക്കുന്നുണ്ടോ അവരാണ് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ഭക്തന്മാരെന്ന് പറയുന്നത്. കറക്റ്റായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആനന്ദാപ്തിയില് ആറാടുവാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് പൈസ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഭൗതിക സുഖ സൗകര്യങ്ങൾ കൊണ്ടുണ്ടല്ലോ നമുക്ക് ഒരിക്കലും ഇത്രയൊന്നും ആനന്ദം കിട്ടില്ല. അത് നിങ്ങൾ അനുഭവിച്ചറിയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇത്ര രാവിലെ തന്നെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മൊബൈലും തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത്. ആ ആനന്ദത്തിൽ ആറാടുന്ന ആ ഭക്തന്മാരാണ് യഥാർത്ഥത്തില് ഭാഗ്യവാന്മാര്. ബാക്കിയെല്ലാം പൈസ ഉണ്ടെന്ന് ഉണ്ടായിരിക്കും, പക്ഷെ ആ പൈസ വീണ്ടും വിധം വിനിയോഗിക്കാത്തവർക്കുണ്ടല്ലോ ഉറക്കമില്ല. എന്താ ഉറക്കമില്ലാത്തത്? അവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ
എപ്പോഴും സ്ലീപ്പിംഗ് പിൽസ് കൂടെ കഴിച്ചിട്ടാ കിടന്നുറങ്ങുക എന്നുള്ളതാ. എന്തുകൊണ്ട് ടാക്സുകാർ വരും അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം ഈ പ്രശ്നം. എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടെന്നുള്ളത്. പക്ഷെ ഭക്തന്മാർക്ക് യാതൊരു ടെൻഷനും ഇല്ല, സുഖം, ബിന്ദാസ്. അതാണ് ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത്. അങ്ങയുടെ നാമം പഠിക്കുന്നവർക്ക്, അങ്ങയുടെ രൂപം സ്മരിക്കുന്നവർക്ക്, അങ്ങയുടെ ഗുണഗാന കഥ കേൾക്കുന്നവർക്ക് എന്താണ്, ആ ഭക്തന്മാരിങ്ങനെ ആനന്ദത്തിൽ ആറാടി രമിച്ച് ഇങ്ങനെ നടക്കുന്നു. അവരാണ് യഥാർത്ഥത്തിൽ സുഖമാന്മാരെ എന്ന് ഞാൻ പറയുന്നു. ഭട്ടതിരിപ്പാട് അതാണ് പറയുന്നത്. ഭട്ടതിരിപ്പാട് മാത്രമല്ല, നമ്മളെല്ലാവരും ഈ അനുഭവം നമുക്കുണ്ടല്ലോ, അത് ചെയ്യാൻ പറ്റും. അന്നേരം നിങ്ങൾ വിചാരിക്കുക എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന്. ആദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടത്? ശ്രവണം. നവമഭക്തി ഉണ്ട് കേട്ടോ. ആ നവമഭക്തിയിൽ ആദ്യം എന്താ? ശ്രവണം. പിന്നെന്താ നമുക്ക് വേണ്ടുന്നത്? കീർത്തനം. എവിടെ വിഷ്ണുവിന്റെ, എവിടെ കൃഷ്ണന്റെ കീർത്തനമുണ്ടോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രവണം ചെയ്യണം. പിന്നെയോ അതെന്ത് ചെയ്യണം നമ്മള്? സ്മരണം. ആദ്യത്തെ 3 സ്റ്റെപ്പ് നമുക്ക് എടുക്കാം. ഇപ്പൊ ശ്രവണം, കീർത്തനം, മനനം. നമ്മൾ കേട്ടിട്ട് ഒരു ചെവി കൂടെ കേട്ട് വേറെ ചെവിയുടെ വിടരുത്. പക്ഷെ അതിനെ നമ്മളുണ്ടല്ലോ എപ്പോഴും നമ്മുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഭഗവാന്റെ കഥ കേട്ടു, ആ കഥയുണ്ടല്ലോ നമ്മുടെ ഉള്ളിലിരുന്നിട്ട് നമ്മളിങ്ങനെ മനനം ചെയ്യണം. നമ്മൾ എപ്പോഴും എങ്ങനെയാ? ഭഗവാനെ തന്നെയാ. നമ്മള് സ്ത്രീകളാണെന്ന് സ്ത്രീകളുടെ കാര്യം എല്ലാവരുടെയും ഉണ്ട് കാര്യങ്ങൾ. എന്നാലും സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ടെന്നുള്ളതാണ്. അവര് പല പല റോളുകളാ വഹിക്കുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുവാണെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇപ്പൊ ജയസാക്ഷി പ്രഭുവിന്റെ കൂട്ടുള്ള അവരുടെ യൂട്യൂബിലൊക്കെ എത്രയോ എന്ത് രസമാ പ്രഭുജി പറയുന്നത്. അതങ്ങോട്ട് ഓൺ ചെയ്ത വെച്ച് നമ്മുടെ ജോലി ചെയ്ത പോലും അന്ന് വെക്കുന്ന ആഹാരം ഉണ്ടല്ലോ ഏറ്റവും രുചികരമായിട്ടുള്ളതായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മളെ ശ്രവിക്കുക, കീർത്തനങ്ങൾ ശ്രവിക്കുക, എന്നിട്ട് അതിനെ മനനം ചെയ്യുക, ആ ആനന്ദത്തിൽ ആറാടുക. ഇന്നലെ ഭട്ടതിരിപ്പാട് പറയുന്ന ആ ഭക്തന്മാര് നമ്മളും ആവും. ഇനി രണ്ടാമത്തെ ഗതാക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസപരേഹി. ഗതാക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസപരേഹി. അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാ. അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാ. ഭവത്പാദാംബോജ സ്മരണരസികോ നാമ നിവഹാനേ. അഹം ഗായം ഗുഗജന വിവത്സാമി വിജനേ. യഥാ ക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസപരേഹി. അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാ. ഭവത്പാദാംബോജ സ്മരണരസികോ നാമ നിവഹാൻ. അഹം ഗായം ഗുഗജന വിവത്സാമി വിജനേ. യഥാ ക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാ രസപരേഹി. അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാ. ഭവത്പാദാംബോജ സ്മരണരസികോ നാമ നിവഹാന്. അഹം ഗായം ഗുഗജന വിവത്സാമി വിജനേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഗതാക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസാപരേ. അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാ. ഭവത്പാദാംബോജ സ്മരണരസികോ നാമ നിവാഹ. അഹം ഗായം ഗുഹച വിവക്ഷ്യാമി വിജാനേ. ഗുഹജന വിവത്സാമി വിജനേ. ഗുഹജന വിവത്സാമി വിജനേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസപരേഹി. അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാ. ഭവത്പാദാംബോജ സ്മരണരസികോ നാമ നിവഹാൻ. അഹം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. ഹരിവോ കൃഷ്ണ. അന്നേരം ഭട്ടതിരിപ്പാട് ഇവിടെ ഇതിനകത്ത് പറയാ ഗതാക്ലിഷ്ടം കഷ്ടം. എന്ത് കഷ്ടമാ ഭഗവാനെ ഞാൻ അനുഭവിക്കുന്നത്.
വാതരോഗം കൊണ്ടങ്ങ് വേദന അനുഭവിച്ചിട്ട് നടക്കാൻ വയ്യ. നമുക്ക് ഇനി അറിയാവുന്നതേ ഉള്ളൂ. അതാ യഥാ എന്താ പറയുന്നത്, യഥാ ക്ലിഷ്ടം കഷ്ടം. എന്നിട്ടോ തവചരണ സേവാ രസപരേഹി. അങ്ങയുടെ ആ പാദചരണം എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് സമാധാനത്തോടും കൂടി ഭജിക്കാൻ പറ്റുന്നില്ലല്ലോ. അനാസക്തം ചിത്തം ഭവതിപദ വിഷ്ണു ഹൃദയാം. ഭഗവാന്റെ ആ തൃക്കാൽക്കൽ ഭജിച്ച് എനിക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആസക്തനാവാൻ പറ്റുന്നില്ല അങ്ങയുടെ ഭക്തിയിലെ, അങ്ങയുടെ ആ അമൃതധാരയിൽ. എനിക്ക് അങ്ങയുടെ ആ നാമമാകുന്ന ആ അമൃതധാരയില് എനിക്ക് ആസക്തി ഉണ്ടാവാൻ പറ്റുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, യഥാ ക്ലിഷ്ടം കഷ്ടം. എന്റെ ഈ വേദന എന്നെ വല്ലാതെ അലട്ടുന്നു ഭഗവാനെ. മൂന്നാമത്തെ ദശകം തൊട്ടേ ഈ ഭഗവാനോട് അങ്ങ് കംപ്ലൈന്റ് പറയുക എന്നുള്ളതാ. എനിക്ക് ഭക്തിയുണ്ട്. എല്ലാ ആൾക്കാരും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എത്രയോ അമ്പലത്തിലാണെന്നുണ്ടെങ്കിൽ പ്രദക്ഷിണം വെക്കുന്നു. അവരെത്രയേ നല്ലതായിട്ട് നമ്മളായി കഴിഞ്ഞാൽ തന്നെ ഒരു അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറുള്ളവർ അവർക്ക് അയ്യോ അവരെത്ര ഇതായിട്ട് നടക്കുന്നുണ്ട്, കണ്ടില്ലേ എനിക്ക് മാത്രം ഇങ്ങനെ വന്ന് എന്തൊരു കഷ്ടമാ എന്ന് പറയുന്നത് പോലെ ഭഗവാനോടുണ്ടല്ലോ പട്ടതിരിപ്പാട് അങ്ങനെ ഡയറക്റ്റ് കംപ്ലൈന്റ് പറയുക എന്നുള്ളതാ. എല്ലാവരും അങ്ങേ ഭജിച്ച് നടക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് മാത്രം ഇത് ഭജിക്കാൻ പറ്റുന്നില്ല. എത്ര കഷ്ടമാ ഭഗവാനെ. അങ്ങയുടെ ആ ചരണസ്മരണത്തില് എനിക്ക് ആസക്തി ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടുണ്ടാവാത്തത്? നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു തോണിയാണ്. ആ തോണി നല്ലതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കടലിൽ കൂടി അല്ലെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കൂടി നമുക്ക് ശരിക്കു പോകാൻ പറ്റില്ലല്ലോ. ആ പ്രശ്നമാണ് പട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത് എന്നുള്ളതാ. ഭവത്പാദാംഭോജാ സ്മരണ രസികോ നാമ നിവസാന് അഹങ്കായം ഉപജന വിവസാമി വിജനേ. അങ്ങയുടെ പാതാരബിന്ദങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ലസിച്ചുകൊണ്ട് എനിക്ക് തിരുനാമങ്ങളെ പാടി ഇടതടവില്ലാതെ പാടിയിട്ടാണെന്നുണ്ടെങ്കിൽ വല്ല സ്ഥലത്ത് ഞാൻ പോയിരിക്കണോ? ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല. കണ്ടില്ലേ ബാക്കിയുള്ള ഭക്തന്മാരെല്ലാം ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയുടെ ആ ആനന്ദത്തില് പരമാനന്ദത്തില് അവർ ലയിക്കുന്നു. പക്ഷെ എന്റെ ഈ വ്യാധരോഗം കൊണ്ട് എനിക്ക് ഒന്നും പറ്റുന്നില്ല. ഞാൻ എന്താ 100 ദിവസം ഭജനത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഇത് കളഞ്ഞിട്ട് വേറെ വല്ലയിടത്തും പോയിരിക്കണം? ഭഗവാനോട് ഡയറക്റ്റ് ചോദിക്കുന്നത്. ചില അമ്മമാര് ഇതേപോലെ തന്നെ ഭഗവാനോട് സംസാരിക്കാറുണ്ട്. അന്നേരം ഭഗവാനോട് നമ്മുടെ കംപ്ലൈന്റുകളെല്ലാം പറയാറുണ്ട് അല്ലേ. ഭഗവാൻ അതെല്ലാം ഇരുന്ന് കേൾക്കും. കേട്ടിട്ട് എന്താ ചെയ്യുന്നത്? പിന്നെ കുറെ ഒരു പരീക്ഷണങ്ങൾ വരും കേട്ടോ. ആ പരീക്ഷണങ്ങളിൽ നമ്മൾ അതിജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമുക്ക് ആ ഭഗവാന്റെ ആ കാരുണ്യം, ഭഗവാൻ പിന്നെ 2 കൈ കൊണ്ട് നമ്മളെ പിടിച്ചുകൊണ്ട് നടക്കും എന്നുള്ളത്. ഒരു പ്രശ്നം പിന്നെ ഉണ്ടാവത്തില്ല. എന്ന് പറയുന്നത് പോലെ പട്ടതിരിപ്പാടിനും അത് തന്നെയല്ലായിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴും പട്ടതിരിപ്പാടിനാണെന്നുണ്ടെങ്കിൽ രോഗങ്ങളെല്ലാം ഭേദമായി. വാതാലയേശം എന്നുള്ള പേര് തന്നെ അതല്ലേ വന്നത്. വാതരോഗം എപ്പോഴായി കഴിഞ്ഞാലും ഗുരുവായൂർ പോയി പയനം ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് വാതരോഗം ഉള്ളവർക്ക് ആ വാതരോഗം ഇല്ലാതാവുമെന്ന് പറയുന്നെന്നുള്ളതാണ്. അന്നേരം ഇവിടെ ഭയങ്കരമായിട്ട് പട്ടതിരിപ്പാടാണെന്നുണ്ടെങ്കിൽ ഭഗവാനോട് കംപ്ലൈന്റ് പറയാ. കഷ്ടം കഷ്ടം തവ ചരണ ഫല സേവ രസപരേകി. അങ്ങയുടെ ആ ചരണത്തിലെ സേവ എനിക്ക് ചെയ്യാനേ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? അനാസക്തം ചിത്തം ഭവതി വേദ. എന്താ എല്ലാവരെയും ഇങ്ങനൊക്കെ പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ ഇങ്ങനെ ഭജിക്കോ, എനിക്ക് മാത്രം പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു വിചാരത്തിൽ ഞാൻ എത്ര കഷ്ടപ്പെടുന്നു ഭഗവാനെ. എന്നിട്ട് അങ്ങയുടെ ആ പദാരവിന്ദ ചരണത്തിന്റെ ആ സേവയില് ആസക്തനാവാൻ എനിക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാ പറ്റാതെ? എന്നെ ഈ വാതരോഗം ഇട്ടാലോ ഞാൻ എന്താ ചെയ്യേണ്ടത് ഭഗവാനെ? ഇവിടെ ഇരുന്ന് ഭജന ഇരുന്ന് എനിക്ക് മര്യാദയ്ക്ക് എനിക്ക് ഭജന ഇരിക്കാൻ പറ്റുന്നത്. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, വേറെ എവിടെങ്കിലും പോയിട്ട് ഭജന ഇരിക്കണം. ഭഗവാനോട് ധമുക്കി കൊടുക്കുക എന്നുള്ളത്, ഒരു എന്താ പറയുന്നത്, ഭീഷണി കൊടുക്കുക എന്നുള്ളത് ഇത് പറയുന്നത്. കഷ്ടം. ഇവിടെയോ ഭക്തിയും രോഗവും തമ്മിലുള്ള ഒരു ദ്വന്ദ്വയുദ്ധം നടക്കുക എന്നുള്ളത് അത് ഭഗവാന്റെ ഒരു പരീക്ഷണം തന്നെയല്ലേ. ആ ദ്വന്ദ്വയുദ്ധത്തിൽ ആര് ജയിക്കുമെന്ന് അറിയണം. ഇത് വിട്ടിട്ട് പോകുമോ? അതാണ് ഭഗവാന്റെ ആഗ്രഹം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഭക്തരെ ഉണ്ടല്ലോ ഒരുപാട് പരീക്ഷിച്ചിട്ട് എങ്ങനെയാ, ഇപ്പം ഗോൾഡ് സ്വർണം തന്നെയാണെന്നുണ്ടെങ്കിൽ തീയിലിട്ട് ഉരുക്കി ഉരുക്കി ഉരുക്കിയല്ലേ അതിന് ഓരോ ഷേപ്പ് കൊടുക്കും. അതിനെ ശുദ്ധമാക്കുന്നത് എങ്ങനെയാ? തീയിലിട്ട് ഉരുക്കി ഉരുക്കിയ. അതേപോലെ ആ ഭക്തന്മാരെ ഭഗവാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? നല്ലതുപോലെ പരീക്ഷിക്കും. എസ്പെഷ്യലി കൃഷ്ണഭക്തിയില്. കൃഷ്ണഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ മുക്തിക്കുള്ള ഒരു മാർഗമാണ്. ബാക്കിയുള്ള ദേവതകളെല്ലാം ഭജിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ അഭിഷ്ടങ്ങളെ അവർ സാധിച്ചു തരും. പക്ഷെ അവർക്ക് ഒരിക്കലും നമുക്ക് മുക്തി തരാൻ പറ്റില്ല. പിന്നെ മുക്തി കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ജന്മമൃത്യു ജരാവ്യാധി കിടന്നിങ്ങനെ ഉഴലേണ്ടി വരും എന്നുള്ളത്. 54 ലക്ഷം യോനികളിൽ കൂടി നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നമുക്ക് ജന്മങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും.
പക്ഷെ കൃഷ്ണഭക്തി വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് മുക്തിയാണ്. അതുകൊണ്ടാ ഭഗവാൻ ഇത്രയും നമുക്ക് ആ പരീക്ഷണങ്ങൾ തന്നെ തീച്ചൂളയിൽ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഉരുക്കി 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 അവസാനം ഏറ്റവും പരമശുദ്ധമാവുന്ന സമയത്ത് ഹായ് മോളെ അല്ലെങ്കിൽ മോനെ പോരെ എന്റെ അടുത്തിട്ടോ, ഞാനുണ്ട് നിനക്ക്, വേറെ ആരും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ കാത്തോളും. അതാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ കൃപാതേ ജാതാചേ കിമവനഹിലഭ്യം തനുഭൃതാം മദീയ ക്ലേശോപ്യാമനദശാനാമകിയതി ന കേകേ ലോകസ്മിൻ അനിശ്ചമയി ശോകാവിരഹിതാഃ ഭവൽ ഭക്ത്യാ മുക്താ സ്വർഗരിയാസക്താ വിദദതേ കൃപാതേ ജാതാ ചേത് കിമവനഹിലഭ്യം തനുഭൃതാം മദീയ ക്ലേശോക്യ പ്രശമനദശാനാമകിയതി ന കേകേ ലോകസ്മിന്നേ അനിശ്ചമയി ശോകാവിരഹിതാഃ ഭവൽ ഭക്ത്യാ മുക്ത്യാ സ്വഗരിയാസക്താ വിദദതേ കൃപാതേ ജാതാ ചേത് കിമവനഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശോക്യ പ്രശമനദശ നാമ കീയതി ന കേകേ ലോകസ്മിന് അനിശ്ചമയി ശോകാവിരഹിത ഭവൽ ഭക്ത്യാ മുക്ത്യ സുഗതി അസക്ത വിദദതേ വിദദതേ ഭവൽ ഭക്ത്യ മുക്ത സുഗതി അസക്ത വിദദതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കൃപാതേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഖ പ്രശമനദശാനാമകീയതി ന കേകേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിതാ ഭവദ്ഭക്താ മുക്താ സുഖഗതിമസക്താ വിദധതേ വിദധതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹിമവനഹി ലഭ്യം ധനുഭൃതാ മദീയ ക്ലേശൗഖ പ്രശമനശോ നാമകിയതി ന കേകേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിതാ ഭവദ്ഭക്താ മുക്താ സുഖഗതി അസക്താ വിദദേ. ഹരേ കൃഷ്ണ. ഹരിബോൾ. വളരെ നല്ലതാട്ടോ. ഹരേ കൃഷ്ണ. നമുക്ക് എത്ര കൃപയാണ് നമുക്ക് എല്ലാവർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാല്. വളരെ നല്ല കൃപാതേ ജാതാചേ കിമവനഹി ലഭ്യം ധനുഭൃതാം. അതിന് പറയുന്ന ഞാൻ പറഞ്ഞില്ലേ, ഡയറക്റ്റ് ഒരു സംഭാഷണമാ ഭട്ടതിരിപ്പാടും ഭഗവാനോട് എന്നുള്ളതാ. ഭഗവാനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഭഗവാനോട് കണ്ടില്ലേ ഭഗവാനെ, എല്ലാവരും പ്രദക്ഷിണം തന്നെ ഭക്തന്മാർക്ക് അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വന്നത്, ഇത് നല്ലതാണോ, ഇങ്ങനൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ അങ്ങ് ഡയറക്റ്റ് ഒരു കോൺവെർസേഷൻ ഇവിടെ നടക്കുന്നത്. കൃപാതേ ജാതാചേ, അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ കിമവനഹി, എന്താ പറ്റാത്ത ലഭ്യം ധനുഭൃത, അങ്ങയുടെ കൃപയുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ലഭിക്കാത്തത്. എന്റെ ഈ അസുഖം ഉണ്ടല്ലോ ഭഗവാൻ, ഒരു നിമിഷം ഒരു സെക്കൻഡ് പോലും വേണ്ട അങ്ങക്ക്. പക്ഷെ എന്തുകൊണ്ട് അങ്ങക്ക് ചെയ്യുന്നില്ല? വലിയ ക്ലേശോക്യ പ്രശമനദശാനാമകീയതി, എന്റെ ക്ലേശം അങ്ങ് കാണുന്നില്ലേ? അങ്ങയുടെ നാമം ജപിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അങ്ങയുടെ കൃപയുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു നിമിഷം കൊണ്ടെല്ലാം നടക്കില്ലേ, പിന്നെ എന്താ എന്നെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തുന്നതെന്നാ ചോദിക്കുന്നത്. അന്നേരം പഞ്ചപാണ്ഡവന്മാരാണെന്ന് കുരുക്ഷേത്ര യുദ്ധത്തിൽ പോലും ഭഗവാൻ എന്താ ചെയ്തത്? അവരുടെ ഭഗവാന്റെ കൃപ. പക്ഷേ ഭഗവാൻ അവിടെയും പരീക്ഷിച്ചു. എന്ത് പറഞ്ഞു? അർജുനോട് പറഞ്ഞു. അർജുനും ദുര്യോധനും കൂടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാനോട് സഹായത്തിന് വേണ്ടി വന്നു. കുരുക്ഷേത്ര യുദ്ധത്തില് ഭഗവാൻ ആരുടെ വശം നിൽക്കി എന്താണ് ഏതാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ദുര്യോധനന് തന്റെ അഹങ്കാരമാകുന്ന ആ കവചം അണിഞ്ഞിട്ട് വന്നു. പക്ഷെ അർജുനനാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ആ ഭക്തി സ്നേഹം ആ ഒരു കവചം അണിഞ്ഞിട്ട് വന്നു. ഭഗവാന്റെ ഒരു ഡ്രാമ നോക്കൂ. ഭഗവാൻ ആദ്യം കാണുന്നത് അർജുനനെ, പക്ഷെ ദുര്യോധനൻ തലതപ്പ. അവര് വരുന്ന സമയത്ത് ഭഗവാനെ ഉറങ്ങുകയായിരുന്നു. ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചു കിടന്നു. ആദ്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദുര്യോധനൻ വന്നു. ദുര്യോധനൻ വന്നപ്പോഴെന്താ, അവന്റെ അഹങ്കാരത്തിന്റെ മനസ്സിന്റെ അഹങ്കാരത്തില്
ഞാൻ എന്തിനു കാലിലിരിക്കുന്നു? ഒരിക്കലും ഞാൻ കാലിലിരിക്കില്ല, ഞാന് ഭഗവാന്റെ തലയുടെ അവിടെ പോയിരിക്കും എന്ന് പറഞ്ഞ് തലച്ചോട്ടില് ചെന്നിരുന്നു. പക്ഷെ അർജുനൻ തന്നെ വന്നിട്ട് എന്ത് ചെയ്തു? ഭഗവാന്റെ കാൽപാദത്തിലിരുന്നു. പക്ഷെ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഒരാളുണ്ടല്ലോ, എഴുന്നേക്കുന്ന സമയത്ത് ആരെയാ കാണുന്നേ? കാലിലിരിക്കുന്ന ആളല്ലേ കാണുന്നുള്ളൂ. ആ പാദത്തിന്റെ ആ സൈഡിലിരിക്കുന്നവരെയല്ലേ കാണുന്നുള്ളൂ. ഭഗവാൻ എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ ചോദിക്കുന്നു, ഓ അർജുനനെ കാണുന്നു. ഓ അർജുന, എപ്പം വന്നു? എങ്ങനെയുണ്ട്? സുഖമാണോ? ഇങ്ങനെയുള്ള ആ അഭിനയം ഭഗവാൻ നമ്മുടെ അടുത്ത് നടത്തും കേട്ടോ. നിങ്ങള് നാരായണീയം പഠിക്കൂ അല്ലേ? ഓഹോ കൊള്ളാമല്ലോ നാരായണീയം പഠിക്കുന്നേ. ആ മാതാജി ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒന്നും അറിയില്ല മാതാജിക്ക്. ഇങ്ങനെയൊക്കെയൊക്കെ ഉണ്ടല്ലോ വളരെ ഇതായിട്ടുള്ള ഭഗവാന്റെ നമ്മളിലും ഭഗവാൻ ഇങ്ങനെയൊക്കെയുള്ള ട്രിക്കുകൾ കാണിക്കും കേട്ടോ. പക്ഷെ അന്നേരം ഭഗവാനോട് പറയണം, ഭഗവാനെ അങ്ങയുടെ കരുണ കടാശം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് ഈ 100 ദശകവും പഠിക്കാനുള്ള ആ മഹാഭാഗ്യം ഭഗവാനെ ഞങ്ങൾക്ക് തരണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന വെക്കണം കേട്ടോ. എങ്ങനെ? അർജുനനോട് ചോദിച്ചു, ഓ അർജുന, നീ എപ്പോഴാ വന്നത്? എന്തൊക്കെയുണ്ട്? സുഖമാണോ? എങ്ങനെയുണ്ട് നിന്റെ ജീവിതം എന്നൊക്കെ വളരെ കാര്യമായിട്ട് ചോദിക്കുന്നു. അന്നേരം പറയും, ഞാനും ഉണ്ട് കൃഷ്ണ ഇവിടെ. അങ്ങനെ സൗണ്ട് കേട്ടിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആരാ അവിടെ ഇരിക്കുന്നത്? അഹങ്കാരിയായിട്ടുള്ള ദുര്യോധനന് ഇരിക്കുന്നു. അന്നേരം, ഓ ദുര്യോധനൻ ഞാൻ കണ്ടില്ല കേട്ടോ, സോറി, എപ്പം വന്നു എന്നൊക്കെ സുഖവിവരങ്ങളൊക്കെ തിരക്കി. എന്നിട്ട് കുരുക്ഷേത്ര യുദ്ധം വരുവല്ലേ, എന്താണ് ഏതാണ് എന്നൊക്കെ തിരക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ദുര്യോധനൻ പറയുന്നു, ഞാൻ വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുരുക്ഷേത്ര യുദ്ധം നടക്കാൻ പോവുകയാണ്. അതിന് അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് വേണം. അതിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അത് അർജുനൻ ആദ്യം ഭഗവാന് ഒരു കണ്ടീഷൻ വെക്കും. എന്റെ കണ്ടീഷൻ ഇതാ, നിങ്ങൾ 2 പേരും വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാനാണ്, നീ 2 പേരും സഹായം തരാം. പക്ഷെ ഒരു സൈഡില് എന്റെ നാരായണീയ സേന മൊത്തം കാണും, പക്ഷെ അടുത്ത സൈഡിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. പക്ഷെ എന്തുവാ, ആയുധം പോലും ഞാൻ എടുക്കില്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കായിരിക്കാം. നോക്കെ ആ ഭഗവാന്റെ ആ ഒരു പരീക്ഷണം നോക്കൂ. ആ അന്നേരം അർജുനനെ അല്ലേ ആദ്യമായിട്ട് കണ്ടത്. അന്നേരം അർജുനോട് പറയാം, അർജുന നിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ടേ, അന്നേരം നിനക്ക് ഏതാ വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കത് എടുക്കാമെന്ന് പറയും. അന്നേരം ദുര്യോധനൻ വന്നിട്ട് മനസ്സിനകത്ത് വെപ്രാളം, ഒരു ഭഗവാന്റെ നാരായണീയ സേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിൽ പോലും തോറ്റിട്ടില്ല നാരായണീയ സേന. അങ്ങനെയുള്ള ആ നാരായണ സേന ഇനി അർജുനൻ എങ്ങാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നേ? ആ ഒരു ടെൻഷനിലായി പോയി. പക്ഷെ അർജുനൻ ആരാണ്? ഭഗവത് ഭക്തനാണ്. അതുകൊണ്ട് അർജുനൻ എന്താ പറഞ്ഞേ? ഭഗവാനെ അങ്ങ് മാത്രം മതി ഞങ്ങൾക്ക്, വേറെ ഒന്നും എനിക്ക് വേണ്ട. പക്ഷെ അർജുനൻ, ഞാൻ ആയുധം പോലും എടുക്കില്ല. വേണ്ട ഭഗവാനെ, അങ്ങ് ആയുധം എടുക്കണ്ട, പക്ഷെ അങ്ങ് മാത്രം മതി ഞങ്ങൾക്ക്. അന്നേരം ദുര്യോധനോട് സമാധാനം വന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വിശാലമായിട്ടുള്ള ആ നാരായണ സേന ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമുണ്ട്. പക്ഷെ ആരാണ് ജയിച്ചത് നോക്കൂ. ഭഗവാൻ എവിടെയാണ്? ധർമ്മത്തിന്റെ കൂടാണ് നിൽക്കുന്നത് എന്നുള്ളതാ. നേരം ഭക്തന്മാരുടെ ഏത് അപേക്ഷവും ഭഗവാൻ ഏതെങ്കിലുമൊക്കെ ട്രിക്ക് കാണിച്ച് ഇങ്ങനെ സാധിച്ചു കൊടുക്കും എന്നുള്ളതാ. അത് പറയുന്നത് പോലെ ഇവിടെ പട്ടതിരിപ്പാടും പറയുന്നത് എന്താ? ഭഗവാൻ പട്ടതിരിപ്പാടിന് ഇട്ടൊന്ന് ഒരുക്കുവാണ്. സ്വർണത്തിനെ ഞാൻ പറഞ്ഞില്ലേ, തീരിട്ട് ഉരുക്കുന്നത് പോലെ ഒരുക്കുവാണ്. വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വേദന സഹിക്കാൻ വയ്യാഞ്ഞാൽ ഈ 3ാമത്തെ ദശകത്തിൽ ഇങ്ങനെയൊക്കെ ഡയറക്റ്റ് കോൺവെർസേഷൻ പോലെ പിന്നെ കംപ്ലൈൻസ് പറയുന്നു എന്നുള്ളതാ. അങ്ങയുടെ കൃപയുണ്ടെന്നുണ്ടെങ്കിൽ എന്താ, ഒരു നിമിഷം പോലെ ഇതൊക്കെ മാറിക്കിട്ടാനെ കൊണ്ട്. പക്ഷെ അങ്ങ് എന്താ എന്നെ കൃപ കാണിക്കാത്ത? എനിക്കത് മനസ്സിലാവുന്നില്ലല്ലോ. മതീയ ക്ലേശോക്തം പ്രശമനദശ നാമഗീയതി, അങ്ങയുടെ നാമം ഉണ്ടല്ലോ, ഒരു ക്ലേശം കൂടാതെ എനിക്ക് എടുക്കാൻ എന്തുകൊണ്ടാ പറ്റാത്തത്? കേകേ ലോകേസ്മിന് അനിശ്ചമയ ശോകാഭിരഹിതാഹ. ഏതൊരു ഭക്തന്മാരാ അങ്ങയുടെ എല്ലാ സമയം ദുഃഖമൊന്നും കൂടാതെ തന്നെ അങ്ങയുടെ നാമം ജപിക്കുന്നുണ്ട്. അങ്ങക്ക് എന്റെ ഈ അസുഖം വരാത്ത ഒരു നിമിഷം മതി. പക്ഷെ അങ്ങ് എന്താ കണ്ണടയ്ക്കുന്നത്? ശരിയാവുന്നോ കണ്ണാ എന്നാണ് പട്ടതിരിപ്പാട് വിളിച്ചോദിക്കുന്നത് എന്നുള്ളതാ. ഇനി അടുത്തത് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഹരിബോൾ മാതാജിമാരെ, നമുക്ക് ആ ഭക്തിയിൽ ജയിക്കാട്ടോ. നമ്മുടെ കണ്ണനുണ്ടല്ലോ, നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, നല്ലപോലെ മനസ്സിലാവുന്നു. നമുക്ക് മനസ്സിലാവുന്നതോടൊപ്പം തന്നെ ഉണ്ടല്ലോ ആ ഭക്തിയിൽ നമുക്ക് മുഴുകണം. ആ കണ്ണന്റെ ആ കൃപാകടാശം ഉണ്ട്. നമ്മൾ എവിടെ ഇരിക്കുന്നോ അവിടെ കണ്ണൻ വന്നിരിക്കണം, വരുത്തണം നമുക്ക് കേട്ടോ. അതാണ് വേണ്ടുന്നതെന്നുള്ളതാണ്. നമുക്ക് അത് വേണം, വരണം. നമ്മുടെ കണ്ണൻ നമ്മുടെ കൂടെ തന്നെ വേണം. അങ്ങനെ അങ്ങ് വിട്ടാൽ കൊള്ളത്തില്ലല്ലോ, ശരിയാവും അങ്ങനെ ഇട്ട് ഇല്ല. പട്ടതിരിപ്പാട് പറയുന്നത് പോലെ, കണ്ണാ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട്, എല്ലാത്തിനും എപ്പോഴും
എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ തന്നെ എന്റെ കണ്ണാ അങ്ങയും വേണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമുക്ക് വെക്കണം. നാലാമത്തെ മുനിപ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മജതയോ ഭവത്പാദാംബോജ സ്മരണ വിരജോ നാരദം ഗാഹ ചരന്തിശാസൈര്യം സതത പരിനിർവാദ പരജിത സദാനന്ദ പ്രസര പരിമഗ്ന കിമപരം മുനിപ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവൽപാദാംബോജ സ്മരണ വിരജോ നാരദമുഖാഹ ചരന്തീശാസൈര്യം സതത പരിനിർവാദ പരിജിത സദാനന്ദ പ്രസര പരിമഗ്ന കിമപരം മുനി പ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത്പാദാംബോജ സ്മരണ വിരിജോ നാരദമുഖാഹ ചരന്തീശൈര്യം സതത പരി നിർവാദ പരജിത് സദാനന്ദ പ്രസര പരിമഗ്ന കിമപരം കിമപരം പരിനിർവാദ പരജിത് സദാനന്ദ പ്രസര പരിമഗ്ന കിമപരം. വായിച്ചാൽ ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. മുനി പ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത്പാദാംബോജ സ്മരണ വിരുജോ നാരദമുഖ ചരന്തീശ സ്വൈരം സതത പരിനിർവാദ പരജ് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്ന കിമപരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അടുത്ത ആള് വരാൻ വിളിച്ചിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചൊല്ലിക്കാം മാതാജി. ചൊല്ലിയാട്ടെ. ഹരേ കൃഷ്ണ. ആ. മുനി പ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത്പാദാംബോജ സ്മരണ വിരുജോ നാരദമുഖാഹ ചരന്തീശ സ്വൈരം സതത പരിനിർവാദ പരജി സദാനന്ദാദ്വൈത പ്രസര പരിമഗ്നാഹ കിമം പരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മുനിപ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത്പാദാംബോജ സ്മരണ വിരിജോ നാരദമുഖ. നാരദരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ നാരദരാണെന്നുണ്ടെങ്കിൽ മുനികളില് ഏറ്റവും പ്രൗഢനായിട്ടുള്ള നാരദര് എന്താ ചെയ്യുന്നത്? ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത്പാദാംബോജ സ്മരണം. എപ്പോഴും അങ്ങയുടെ ആ പാദത്തിലെ ആ സ്മരണ, അങ്ങയുടെ ആ പദാര ബിന്ദത്തെ സ്മരിച്ചുകൊണ്ട് ഈ നാരദര് ഈ ലോകമായ ലോകമെല്ലാം നടക്കുന്നു. ചരന്തീശൈര്യം സദാ പരിനിർവാദ പരജിത് സദാനന്ദ പ്രസര പരിമഗ്ന കിമപരം. എന്നിട്ട് നാരദരെല്ലാം ഇങ്ങനെ എപ്പോഴും അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ട് തന്നെ എത്ര ആനന്ദത്തിലാണ് ഈ അഖിലാണ്ട മൊത്തം സഞ്ചരിക്കുന്നത്. നാരദർ വരുമ്പോൾ തന്നെ ഉണ്ടല്ലേ എത്ര ദുഷ്ടന്മാരായി കഴിഞ്ഞാൽ കംസന് തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃഷ്ണൻ എവിടെ ഉണ്ടെന്നും ഉള്ളതെല്ലാം ലാസ്റ്റ് മൊമെന്റിൽ ആരാ ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത്? നാരദര് തന്നെയാണ്. ആ നാരദര് എവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും നാരദർക്ക് അവിടെ ഒരു സീറ്റ് ഉണ്ട്. എന്തുകൊണ്ടാ? ആ ഭഗവാന്റെ ആ പാദാംബോജ സ്മരണയിലാണ് എപ്പോഴും നാരദര് നടക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആ ഒരു ഇത് വരുന്നത്. എന്നിട്ടോ വേദവ്യാസനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിന്ദുക്കളുടെ ഗ്രന്ഥം ഏതാണ് എന്ന് പറയാമോ? ഹിന്ദുക്കളുടെ ഗ്രന്ഥം ഏതാണ്? പറയൂ. രാമായണം, ഭഗവത്ഗീത, ഭാഗവതം, മഹാഭാരതം. ഞാൻ ഒരു ഗ്രന്ഥമാണ് ചോദിച്ചത്. നമ്മുടെ മഹാഭാരതം. ഗ്രന്ഥം ഭഗവത്ഗീത. മഹാഭാരതം. ഭഗവത്ഗീത. 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 ഇതാണ് നമ്മുടെ പരിതാപകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ ഒരു കാര്യം ചോദിക്കട്ടെ. ക്രിസ്ത്യാനിയുടെ ഗ്രന്ഥം ഏതാ? ബൈബിൾ. മുസ്ലിങ്ങളുടെയോ? മുസ്ലിങ്ങളുടെ ഖുറാൻ. എത്ര കറക്റ്റിന് നിങ്ങൾ പറഞ്ഞു. ഇതാ നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഉണ്ടല്ലോ അധംപതനമായി ഇവിടെ കാണിക്കുന്നതെന്നുള്ളതാ. നമ്മുടെ ഗ്രന്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദമാണ്. വേദം എപ്പോഴും ഓർത്തോണം. നിങ്ങളുടെ കുഞ്ഞുമക്കൾക്കായി കഴിഞ്ഞാലും നിങ്ങളുടെ മക്കൾക്കായി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ കാണുന്നവരോടെല്ലാം പറയണം,
ഹിന്ദുക്കളുടെ ഗ്രന്ഥമൊക്കെ എത്ര ഈസി ആയിട്ട് നമ്മൾ ക്രിസ്ത്യാനിയുടെയും മുസ്ലിങ്ങളുടെയും പറഞ്ഞു. പക്ഷെ എത്ര പരിതാപകരമാണ് നമ്മുടെ സ്ഥിതി എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതിനു വേണ്ടിയിട്ടാണ് ഇസ്കോൺ ഉണ്ടല്ലോ അഹോരാത്രം പ്രയത്നിക്കുന്നതെന്നുള്ളതാ. ITIയിലൊക്കെ പഠിച്ച ITI കാൺപൂര് അങ്ങനെ ഫേമസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചവരാണ് ഇവരെല്ലാവരും. വളരെ വലിയ വലിയ ഡിഗ്രികൾ എടുത്തിട്ടാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭക്തന്മാരാവുന്നവരുണ്ടല്ലോ. സാധാരണക്കാർക്ക് കിട്ടില്ല ശ്രീകൃഷ്ണ ഭക്തി. മുക്തർ ആവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റേജ് വരും. നമ്മുടെ പുണ്യപാപങ്ങൾ ഒരുമിച്ച് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഭക്തി കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ആ മുക്തിയിലേക്കുള്ള ഒരു പാതയാണ് നമുക്ക് തുറന്നു തരുന്നത്. ആ പാത നമ്മൾ തുറന്നു തരുന്നത് എങ്ങനെയായിരിക്കണം? നമ്മളും പ്രചാരം ചെയ്യണം. നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം തന്നെ കണ്ടെന്നുള്ളതാ. സനാതന ധർമ്മത്തിന്റെ അധംപതനം കണ്ടു എന്നുള്ളതാ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രചാരം ചെയ്യണം. ഇപ്പോഴായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയണം ഹിന്ദുക്കളുടെ ഗ്രന്ഥം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ വേദമാണ്. ഓർത്തോണം നിങ്ങള്, വേദമാണ്. പണ്ടൊരു സമയം എനിക്കും ഇത് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ ശ്രീകൃഷ്ണ അവബോധ സമിതിയിൽ അംഗമായോ അതിനുശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചെന്നുള്ളത്. അതുകൊണ്ട് എനിക്കുണ്ടല്ലോ ഭയങ്കര അഭിമാനമുണ്ടെന്നുള്ളതായി പറയാൻ വേണ്ടിയിട്ടുള്ള വളരെ പരിതാപകരമായിട്ടുള്ള സ്ഥിതി. അതുകൊണ്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ വേറുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കാതിരിക്കരുത്. ഇതിപ്പോ ഞാൻ പറയാൻ വന്ന കാര്യം വേദവ്യാസന് വേദത്തെ വ്യസനിപ്പിച്ച് എഴുതുകൊണ്ടാണ് വേദവ്യാസം എന്നുള്ള പേര് തന്നെ അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ളതാ. ആദ്യം ഭഗവാനിൽ നിന്നിട്ട് വേദം വന്ന് വേദത്തിൽ നിന്നിട്ട് അതിനെ നാലായിട്ട് വിഭജിച്ചു. 4 വേദങ്ങൾ ഏതൊക്കെയാണ്? 4 വേദങ്ങൾ ഏതൊക്കെയാണ്? ഋഗ്വേദം, സാമവേദം, അഥർവവേദം. ഋഗ്, സാമ, അഥർവം. നിങ്ങൾ എന്ത് ചെയ്യാമോ? നിങ്ങളുടെ ഒരു ബുക്ക് എടുക്കണം. ഒരു ബുക്കിനകത്ത് ഇതെല്ലാം എഴുതി വെക്കണം. അന്നേരം വരും തലമുറകൾക്കുണ്ടല്ലോ ഇത് ഉപയോഗമാവും എന്നുള്ളതാ. ആ കുഞ്ഞുങ്ങൾക്ക് നോക്ക്, ഹിന്ദുക്കളുടെ ഗ്രന്ഥം ഏതാന്ന് അറിയാത്ത ഒരു കുഞ്ഞുങ്ങളെ നമ്മുടെ ഹിന്ദു സമൂഹത്തിലുള്ളതെന്നുള്ളതാണ്. നമുക്കറിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും? അതുകൊണ്ടുണ്ടല്ലേ റെക്കോർഡ് മീൻസ് ഒരു റെക്കോർഡാണ് ഇത്. സത്യയുഗത്തിലുണ്ടല്ലേ ഈ റെക്കോർഡിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷെ നമ്മൾ കലിയുഗത്തിലാ ജീവിക്കുന്നത്. നമുക്ക് ഓർമ്മക്കുറവ് വളരെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഒരു ബുക്കിനകത്ത് എഴുതി വെക്കണം. വേദം അത് വ്യസനിപ്പിച്ചെഴുതിയോണ്ട് വേദവ്യാസം എന്ന് പേര് കിട്ടി. ആ വേദങ്ങളെ 4ആയിട്ട് വിഭജിച്ചു. ഋഗ്വേദം, ഋജുവേദം, സാമവേദം, അഥർവേദം. ഇങ്ങനെ ആ 4 വേദങ്ങള്. പിന്നെ അതും സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു? വ്യാസനാണെന്നുണ്ടെങ്കിൽ ഉപനിഷത്തുകൾ എഴുതി. ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞ 1008 ഉപനിഷത്തുകൾ ഉണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പം 108 ഉപനിഷത്തുകളെ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം ഫോറിനേഴ്സ് കൊണ്ടുപോയില്ലേ. ഇപ്പൊ 108 ഉപനിഷത്തുകളെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അതിലും നമ്മൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് വരുന്നില്ല. സാധാരണക്കാരനിലേക്ക് അതിലെ എത്തുന്നില്ല എന്ന് കണ്ടപ്പോഴേ പുരാണങ്ങൾ ചമച്ചു. നമ്മുടെ കിളിപ്പാട്ട് ഭാഗവത്തിൽ ആദ്യത്തിലൊക്കെ ഉണ്ടല്ലോ ഇത് മനോഹരമായിട്ട് നമ്മുടെ എഴുത്തച്ഛ എഴുതിയിട്ടുണ്ടെന്നുള്ളതാ. പുരാണങ്ങൾ ചമച്ചു. പുരാണങ്ങളിലേക്ക് കൂടി എന്താണ് പറയുന്നത്? പുരാണങ്ങൾ കഥകളിൽ കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുക. അങ്ങനെ 18 പുരാണങ്ങൾ എഴുതി, 17 പുരാണങ്ങൾ എഴുതി. എല്ലാ കാര്യങ്ങളും വളരെ മംഗളമായിട്ടൊക്കെ ചെയ്തു. പക്ഷെ എന്തോ വേദവ്യാസന്റെ മനസ്സിലുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഒരു വിഷമം. ആ വിഷമം എന്താണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയുന്നില്ല. ഉടനെ അങ്ങനെ സരസ്വതി തീരം വ്യാസന്റെ ഗുഹയുണ്ട് കേട്ടോ ഹരിദ്വാറില് കുറെ മുകളിലോട്ട് പോകുന്ന സമയത്ത് വ്യാസഗുഹയുണ്ട്. അതിന്റെ മുന്നിൽ കൂടിയാണ് സരസ്വതി നദി ഒഴുകുന്നത്. ആ സരസ്വതി നദിയുടെ തീരത്ത് ചെന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വ്യാസൻ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള ആര് ചെന്നോടെ? നാരദർ ചെന്നു. നാരദർ ചെന്നിട്ട് ചോദിച്ചു, ആദ്യത്തിന് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞു, ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, വളരെ നല്ലതാണ്, ഏതായാലും ഇനിയും മുന്നോട്ട് അങ്ങനൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ് വളരെ. എന്നിട്ടും മോഹൻ തെളിയുന്നില്ല. എന്നാലും ചോദിച്ചു, എന്ത് പറ്റി നിനക്ക്? പക്ഷെ എന്തോ എനിക്കറിയില്ല, എന്റെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ദുഃഖം. ആ ദുഃഖം എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞു. അത് നീ കൃഷ്ണന്റെ എന്ത് കാര്യങ്ങൾ, നീ ഇത്രയെല്ലാം ഗ്രന്ഥങ്ങളും എല്ലാം ചെയ്തു, പക്ഷെ കൃഷ്ണന്റെ കാര്യങ്ങളെല്ലാം നീ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എഴുതിയിട്ട് ഉണ്ടല്ലോ, മഹാഭാരതത്തില് കൃഷ്ണന്റെ പാർത്ഥനായിട്ടുള്ള പാർത്ഥസാരഥിയായിട്ടുണ്ട്, പിന്നെ പാർത്ഥസാരഥിയായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ പിന്നെ ദൂതനായിട്ട് പോയി, അർജുനന്റെ പാണ്ഡവരുടെ ദൂതനായിട്ട് പോയി. അങ്ങനെ കുറെ കാര്യങ്ങള്. അല്ലല്ല, നീ ഉണ്ടല്ലോ ഭഗവാൻ കൃഷ്ണന്റെ മാത്രം ചരിതങ്ങൾ എഴുതുന്ന ഒരു ഗ്രന്ഥം രചിക്കൂ. ഭഗവാൻ കൃഷ്ണന്റെ ആ ലീലകള്, ആ ആറാടിയ ലീലകള്, ഈ കലികാലമല്ല ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിലാണ്
കലികാലം വരുന്നതിന് മുമ്പിട്ട് ഭഗവാന്റെ ആ ലീലകള് നീ ഒരു ഗ്രന്ഥമായിട്ട് എഴുതൂ. ആ ലീലകള് അടങ്ങുന്ന ഗ്രന്ഥമാണ് കലികാലത്തില് ഭക്തന്മാർക്ക് ഒരു ആശ്വാസമുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ 18ാമത്തെ പുരാണം അമല പുരാണം എന്നാ പറയുന്നത്. എന്തിനു പറയുന്നത്? ഭാഗവതം, മഹാഭാഗവതം. ആ ഭാഗവതം രചിച്ചു കഴിഞ്ഞപ്പം വേദവ്യാസന് ഭയങ്കര സന്തോഷമായി. വളരെ ഭഗവാന്റെ ലീലകൾ മാത്രമല്ലേ ഉള്ളൂ, കൃഷ്ണന്റെ മാത്രം ലീലകളാണത്. അതുകൊണ്ട് വളരെ സന്തോഷമായി എന്ന് പറയുന്നത് പോലെ നമുക്കായി കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ചിലപ്പം ഡയറക്റ്റ് കോണ്ടാക്ട് നമുക്ക് കാണില്ല. പക്ഷെ അവരെ നമ്മുടെ ഗുരുക്കന്മാരെ ചിലപ്പോൾ ഡൽഹിയിലായിരിക്കും, അമേരിക്കയിലായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. പക്ഷെ ഉണ്ടല്ലോ, നമ്മുടെ ആത്മാവ് ഒരു തെളിപ്പതി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മനസ്സിലായോ? ആത്മാവിന്റെ ആ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഇതാണെന്നുള്ളത്. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഉണ്ടല്ലോ, ഗുരു നമ്മളെ നയിക്കും എന്നുള്ളത്. അത് ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളെ നയിക്കും എന്നുള്ളത്. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ മാതാജിമാരെ, നിങ്ങൾ ഇതൊക്കെ, ഞാനും വളരെ ഒരു ഗൃഹസ്ഥയായിരുന്നു. ഇപ്പോഴും ഗൃഹസ്ഥ തന്നെയാണ്. പക്ഷേ ഈ ബോംബെ പോലൊരു പട്ടണത്തില് ജോലി ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. എന്റെ ഗുരുവിന്റെ ആ അനുഗ്രഹത്താലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ഒരു സംഘം തന്നെ നമുക്ക് കിട്ടാനുള്ള ഒരു നാട്ടിൽ വന്നപ്പോൾ സംഘത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുണ്ടല്ലോ, ഇങ്ങനെ എത്ര വ്യാകുലപ്പെട്ടെന്നറിയാമോ? ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഗുരു വേണമെന്ന് ആ തീവ്രമായിട്ട് ഒരു ഇച്ഛ ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഗുരു നമ്മുടെ വാതിൽക്ക് വരുമെന്നുള്ളതാണെന്നുള്ളത്. അത്രയ്ക്കും ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച്മെന്റ് ചെയ്തു തരും. അതുകൊണ്ട് എന്താ, നമ്മൾ തീർച്ചയായിട്ടും ഒരു ഗുരുവിനെ സ്വീകരിക്കണം. അന്നേരം ആ ഗുരുവ് നിങ്ങളെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നേരായ മാർഗത്തിൽ കൂടി നയിക്കും. അതിന് വളരെ IDC കോഴ്സുകൾ, അങ്ങനെയൊക്കെയുള്ള കോഴ്സുകളുണ്ട്. അതെല്ലാം വേണ്ടുന്നവർ നിങ്ങളെ ഗൈഡ് ചെയ്തു തരും. ഇപ്പം നാരദരെങ്ങനെയാ വേദവ്യാസനെ നയിച്ചത്, അതേപോലെ നമുക്കും നമ്മുടെ ഗുരു നയിച്ചോളും. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ പട്ടതിരിപ്പാടും അത് തന്നെയാണ് പറയുന്നത്. നാരദന് മുതലായിട്ടുള്ള ഗുരുക്കന്മാര് എത്രയോ ആൾക്കാർ, നാരദന് നോക്ക്, വേറെ ആർക്കാണ് പിന്നെ ഇത് ചെയ്തത്? ധ്രുവനെ, പ്രഹ്ലാദനെ, ഭഗവാന്റെ ഏറ്റവും അടുത്ത ഭക്തന്മാരെ എല്ലാം നയിച്ചിരിക്കുന്ന നാരദരാന്നുള്ളതാണ്. നാരദര് നയിച്ചിട്ടുള്ള എല്ലാവരും അങ്ങേയറ്റം ഭഗവത് ഭക്തന്മാരെ ഭഗവാൻ പ്രത്യക്ഷപ്പെടും, നമുക്കും പ്രത്യക്ഷപ്പെടും. എന്തുകൊണ്ട് പ്രത്യക്ഷപ്പെടത്തില്ല? അന്നേരം ഈ ഭട്ടതിരിപ്പാട് തന്നെ പറയുന്നത്, മുനിമാരിലെ പ്രൗഢന്മാരാണ് നാരദര്. എന്നിട്ട് അങ്ങയുടെ സ്മരണത്തിൽ തന്നെ ഈ ലോകം ചുറ്റുന്നു. അങ്ങനെയുള്ള അങ്ങനെ ആനന്ദപരമായിട്ട് ആരെല്ലാം നടക്കുന്നുണ്ടോ അവരെല്ലാം അങ്ങ് അനുഗ്രഹിക്കുന്നുണ്ട്. ഞാനും അങ്ങയുടെ ഒരു ഭക്തനല്ലേ, പിന്നെ എന്താ എന്നെ അനുഗ്രഹിച്ചാല് അത് ശരിയാണോ? ഇങ്ങനെ വിടുന്നത്, എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ആ ഒരു പരിഭവം പറച്ചിലാണ് ഇത്. ഈ ദശകം മൊത്തം ഈ പരിഭവം പറച്ചിലാട്ടോ. നമുക്കിനി അടുത്തത് മുന്നോട്ട് പോവാം. സമയം പോന്നേ അറിയുന്നേ ഇല്ല കേട്ടോ. ഭവൽ ഭക്തി സ്പീതാ ഭവതു മമ ചൈവ പ്രശമയേത് അശേഷ ക്ലേശോക്യം നഖലു ഹൃദയ സന്ദേഹ കണികാഹ നചേത് വ്യാസസ്വക്തി തവ ജവദനം നൈഗമവജോ ഭവേൽ മിഥ്യാരദ്യ പുരുഷവദന പ്രായമഹിലം. ഭവൽ ഭക്തി സ്പീതാ ഭവതു മമ ചൈവ പ്രശമയേത് അശേഷ ക്ലേശോക്യം നഖലു ഹൃദയ സന്ദേഹ കണികാ നാചേദ്യാസസ്തുതി തവ ജവദനം നൈഗമവചോ ഭവേന്മിഥ്യാരദ്യാ പുരുഷവദന പ്രായമഹില. ഭവൽ ഭക്തി സ്പീതാ ഭവതു മമ ചൈവ പ്രശമയേത് അശേഷ ക്ലേശോക്യം നഖലു ഹൃദയ സന്ദേഹ കണികാഃ നാചേദ്യാസസ്തുതി തവ ജവദനം നൈഗമവചോ ഭവേന്മിഥ്യാരദ്യാ പുരുഷവദന പ്രായമഹില. ആരേലും രണ്ടുപേരും വായിച്ചാട്ടെ. എവിടെങ്കിലും സംശയം? ഹരേ കൃഷ്ണ മാതാജി. വായിക്കട്ടെ? വായിച്ചാട്ടെ. ഭക്തി സ്ഥാവത് പ്രമുഖ മധുര ത്വദ്ഗുണരസ കിമപ്യാരൂഢാചേത് അഖില പരിതാപ പ്രശമനീ പുനഃചാന്തേ സ്വാന്തേ. അഞ്ചാമത്തെ വായിക്കൂ. അഞ്ചാമത്തത്. ഹരേ കൃഷ്ണ മാതാ. സോറി മാതാജി, ആറാമത്തെ വായിച്ചത്. അഞ്ചാമത്തെ വായിക്കൂ. അഞ്ചാമത്തെ. ഹരേ കൃഷ്ണ. വായിച്ചാട്ടെ. ഭക്തി സ്പീതാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷ ക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹ കണികാ ന ചേത്പ്യസ്യോസി ഉത്തിതവ ചവ വചനം നൈഗമവച
ഭവേത് മിഥ്യാരഥ്യ പുരുഷവചന പ്രായമഖിലം. ഹരേ കൃഷ്ണ. ഹരിബോൾ. വായിച്ചാട്ടെ അടുത്ത ആള്. വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചു. ഭവദ്ഭക്തിസ്ഫീതാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണികാ ന ചേദ്വ്യാസസ്യോക്തിസ്തവ ച വചനം നൈകമവചോ ഭവേത് മിഥ്യാരഥ്യ പുരുഷവചന പ്രായമഖിലം. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഭവൽ ഭക്തി സ്പീതാ ഭവതു മമ ശൈവ പ്രശമയേത്. ഭവൽ ഭക്തി സ്പീത എന്ത് വേണം? എനിക്ക് അങ്ങയിലുള്ള ഭക്തി വർദ്ധിച്ചു തരണമേ. ഭവൽ ഭക്തി സ്പീത ഭവതു മമ ശൈവ പ്രശമയേത് അശേഷ ക്ലേശഹലു ഹൃദയ സന്ദേഹ കണിക. അങ്ങ് തന്നെ എല്ലാ സങ്കടങ്ങളെയും തീർത്തുകൊള്ളാമെന്ന് എല്ലാ പ്രമാണങ്ങളിലും എഴുതിയിട്ടുണ്ട്. പിന്നെയോ വ്യാസന്റെ വാക്കും അവിടുത്തെ അവിടെ അങ്ങും പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ ഭക്തനായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സങ്കടങ്ങളെയും അങ്ങ് തീർത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം എന്റെ സങ്കടം തീർത്തു തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങയുടെ ഭക്തനല്ലേ? എന്റെ സങ്കടം തീർത്തു തന്നില്ലെങ്കിൽ എന്താ പറ്റുന്നത്? അങ്ങയുടെ എന്താ പറയുന്നത്? എന്നെ ചേത് വ്യാസോസോക്തി തവജ വചനം. അങ്ങയുടെയും വ്യാസന്റെയും വേദവ്യാസന്റെയും വചനം എന്താവുന്നു? അതാണെന്ന് വചനം വെറും പൊള്ളയായിട്ടുള്ള വാക്കുകളായിരിക്കും എന്ന് ഞാൻ പറയേണ്ടി വരും. എന്താണോ? ഞാനേ അങ്ങയുടെ ഭക്തനല്ലേ? അങ്ങയുടെ ഭക്തി ചെയ്യണ്ടേ എനിക്ക്? അങ്ങയുടെ ഭക്തി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാ പറ്റുന്നത്? എനിക്ക് ഭക്തി ചെയ്യണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്റെ സങ്കടം തീർത്തു തരണം. അശേഷ ക്ലേശൗഖ്യം നഹലുസ്കൃതി സന്ദേഹ കണിക. അങ്ങയുടെ ഭക്തനായിട്ടുള്ള എനിക്ക് സങ്കടം തീർത്തില്ലെന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നത്? വ്യാസോക്തി തവജവചനം. വ്യാസന്റെ അങ്ങയുടെയും വാക്കുകള് വെറും പൊള്ളയാണ്, മിഥ്യയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. മനസ്സിലായി പറഞ്ഞത്? അങ്ങയുടെ വചനം അങ്ങനെ മിഥ്യയാക്കാൻ പറ്റുമോ? അങ്ങനെ അങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനല്ലേ? ആ ഭഗവാന് എത്ര ഗുണങ്ങളുള്ള 64 ഗുണങ്ങളുള്ള ഭഗവാനാണ് അങ്ങുള്ളത്. എന്നിട്ട് ഈ അങ്ങയുടെ വചനം വ്യാസന്റെ വചനവും പൊള്ളയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ അങ്ങയുടെ ഭക്തനാ. അന്നേരം എന്റെ സങ്കടം തീർത്തു തരേണ്ടി ആരുടെ കടമയാ? അങ്ങയുടെ കടമയാ, വേറെ ആരുടെയും കടമയല്ല. അങ്ങ് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ അങ്ങ് വെറും കള്ളനാണെന്ന് എനിക്ക് പറയേണ്ടി വരുമെന്നുള്ള. കള്ളക്കണ്ണനല്ലേ? എന്താണ് ഗോകുലത്തില് എന്താ ചെയ്തത്? ഉള്ള എല്ലാ വീട്ടിലും ചെന്നിട്ട് കട്ടെടുക്കുമായിരുന്നു. അത് എന്താ ഗോപികമാരിങ്ങനെ കാത്തിരിക്കുമായിരുന്നു. വെണ്ണക്കുടം ഇങ്ങനെ കണ്ണന് കട്ടെടുക്കാൻ വേണ്ടിയിട്ട് ആ പാകത്തിൽ അവര് ആ വെണ്ണക്കുടം എല്ലാം കൂടെ കൊണ്ടുവെക്കുമായിരുന്നു എന്നുള്ളത്. എന്നിട്ട് അവര് എന്ത് ചെയ്യും? മറഞ്ഞു നിൽക്കും. മറഞ്ഞു നിന്നിട്ട് ആ കണ്ണനെടുത്ത കഴിക്കുന്നതുണ്ടല്ലോ കണ്ടിട്ട് ആനന്ദിക്കും എന്നുള്ളതായിരുന്നു അവര്. ഭഗവാന്റെ ഓരോരോ ലീലകൾ വൃന്ദാവനത്തിൽ ഇപ്പോഴും ആ ലീലകൾ നടക്കുന്നു എന്നുള്ളത്. ഹോളിയുടെ സമയത്താണെന്നുണ്ടെങ്കിൽ ബർസാനയില് കൃഷ്ണൻ വരുമായിരുന്നു ഹോളി കളിക്കാൻ വേണ്ടിയിട്ട്. അന്ന് രാധാറാണിയും ഗോപികമാരെല്ലാരും കൂടെ എന്ത് ചെയ്യും? കൃഷ്ണനെ വടി എടുത്തിട്ട് വടിച്ചിട്ട് അവർക്ക് അങ്ങനെ വിടാൻ വേണ്ടിയിട്ട് വലിയ വടിയും കൊണ്ട് വരും. ഇപ്പോഴും അത് നടക്കുന്നുണ്ട് കേട്ടോ. ഹോളിയുടെ ദിവസം ലാത്മാർ ഹോളി എന്ന് അതിന് പറയുന്നത് തന്നെ എന്നുള്ളത്. ആ ലാത്മാർ ഹോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടി എടുത്തോണ്ട് വന്നിട്ട് കൃഷ്ണനെ ഇങ്ങനെ കൃഷ്ണനെയും കൂട്ടുകാരെയും ഗോപന്മാരെയും കൂടി ഇങ്ങനെ അടിക്കുന്ന അത് ഇപ്പോഴും അവിടുത്തെ അമ്മമാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വ്രതം എടുത്തിട്ട് ഇതേപോലെ ഗോപന്മാര് വരും. ഗോപികമാരെല്ലാരും കൂടെ നിന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ ഹോളി നടക്കുന്നുണ്ടെന്നുള്ളത്. ഭഗവാന്റെ ഓരോരോ ലീലകൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് അവസാനമില്ല എന്നുള്ളതാ. ആ ഭഗവത് ഭക്തിയില് നമ്മൾ മുഴുകി അങ്ങ് ഇരുന്നു പോകുന്നുള്ളതാ. പിന്നെ ഇതേപോലെ ഒരു സ്ഥലമുണ്ട് ബർസാനയിൽ. നമ്മളാണെന്നുണ്ടെങ്കിൽ പരിക്രമ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നടന്നു പോകണം. നടന്നല്ല, പരിക്രമ എന്ന് പറഞ്ഞാൽ നടന്നിട്ടാണ്. നടന്നു പോകുന്ന പരിക്രമയുണ്ട്. ആ പരിക്രമയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരിടത്ത് ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ 2 വഴി ഇങ്ങനെ ഉണ്ട്. പക്ഷെ നമുക്ക് ആ പാറയിൽ കൂടെ എങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. അന്നേരം എന്താ ചെയ്യുന്നത്? ആ പാറയിൽ കൂടെ എങ്ങനെ പോകുന്നത്? ആ സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗോപികമാരെല്ലാവരും കൂടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെണ്ണയും പാലും എല്ലാം കൂടെ കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ചുങ്കം തന്നിട്ടേ കൊണ്ടുപോകാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനും കൂട്ടുകാരും അവിടെ നിൽക്കും. ആ സ്ഥലം ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ. നമ്മൾ അതിലേക്കൂടെ പരിക്രമം നടക്കുന്ന സമയത്ത് ഗോപന്മാർ അവിടെ നിൽക്കും. പൈസ തന്നിട്ടേ കാണൂ, ചുങ്കം തന്നിട്ടേ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലത്തിൽ നിന്നിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഹ്ലാദമാണ് അവിടെ. ഓരോ നിമിഷവും നമ്മൾ ആഹ്ലാദ തിമിർപ്പിലാണെന്നുള്ളത്. ആ ആഹ്ലാദം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ചെറിയ വാക്ക് നമുക്ക് അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. ഹരി ഓം.
ഹരേ കൃഷ്ണ. ജയ് ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. അങ്ങനെ നാരായണീയ മഹിമയായിട്ട് അച്യുത മാതാജി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൃപ എന്താ പറയാ, പത്മനാഭ ഗ്രൂപ്പിന്റെ കൃപയാണ്. മാതാജി ഒരു വൈഷ്ണവിയെ മാതാജി ഭഗവാന്റെ കൃപ, നമ്മുടെ ഒന്നുമില്ല പ്രോജി. ഭഗവാന്റെ കൃപയാലാണ് മാതാജി നമുക്ക് കിട്ടിയത്. സോ മാതാജിയുടെ ഫാമിലിയും വേണ്ടിയിട്ട് നമ്മളൊരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. പഞ്ചകൽപതരോധ